ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയത് ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി മാറിയത് കുറ്റിച്ചൽ. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് പാരീസ്. നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. ലോകത്തിൽ ആദ്യമായി മണലിൽ നിർമ്മിച്ച ബാറ്ററി സ്ഥാപിച്ച രാജ്യം ഫിൻലാൻഡ്. ലോകത്ത് ആദ്യമായി 6G ഡിവൈസ് പുറത്തിറക്കിയത് ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായി മാറിയത് കുറ്റിച്ചൽ. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് പാരീസ്. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂർ. ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധനുസ്. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂർ. ചെറുകാട് പുരസ്കാരത്തിന് അർഹമായ നടൻ ഇന്ദ്രൻസിന്റെ ആത്മകഥ ഇന്ദ്രധനുസ്. 2026 ലോക പുസ്തക തലസ്ഥാനം റബാത്ത്, മൊറോക്കോ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാൽ. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം സഹജം. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ ആസാം സ്വദേശിനി പാർബതി ബർവ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം സഹജം. പത്മശ്രീ ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാനായ ആസാം സ്വദേശിനി പാർബതി ബർവ. 2025 പ്രവാസി ഭാരതീയ സമ്മാൻ ലഭിച്ച മലയാളി വ്യവസായി രാമകൃഷ്ണൻ ശിവസ്വാമി. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസി. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ആദ്യ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെ. വന്ദേ ഭാരത് മെട്രോയുടെ പുതിയ പേര് നമോ ഭാരത് റാപ്പിഡ് റെയിൽ. 2024 പ്ലാനറ്റ് എർത്ത് പുരസ്കാര ജേതാവായ മലയാളി ഡോക്ടർ എസ് ഫൈസി. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഗാനറ്റ്സ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. രാജ്യത്ത് ആദ്യമായി ജല ബജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം കേരളം. 2025 ഹരിവരാസനം പുരസ്കാര ജേതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. രാജ്യത്തെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് സംഘം ഗാനറ്റ്സ്. ഇന്ത്യയിലെ ആദ്യ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്ര. ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയ വ്യക്തി ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റ് ജേതാക്കൾ ഇന്ത്യ. രാജ് ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. ഇന്ത്യയിലെ ആദ്യ AI യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ട സംസ്ഥാനം മഹാരാഷ്ട്ര. ഭാരത് നെറ്റ് പദ്ധതി നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. 2025 പത്മപ്രഭ പുരസ്കാരം നേടിയ വ്യക്തി ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ടൂർണമെന്റ് ജേതാക്കൾ ഇന്ത്യ. രാജ് ഭവന്റെ പുതിയ പേര് ലോക് ഭവൻ. ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2024 54ാം ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷൻ. ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. നമുക്കിതൊന്നുകൂടി ഒന്ന് നോക്കാം. ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2024 54ാം ഓടക്കുഴൽ പുരസ്കാര ജേതാവ് K അരവിന്ദാക്ഷൻ.
ചലച്ചിത്ര അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ റസൂൽ പൂക്കുട്ടി. 2024 ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം ലഭിച്ചത് NS മാധവൻ. 2025 49 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? E. സന്തോഷ് കുമാർ. 2025 67 സംസ്ഥാന കായികമേളയിലെ ജേതാക്കൾ തിരുവനന്തപുരം. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KP സുധീര. 2025 ഫിഫ അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ മൊറോക്കോ. 2025 49 വയലാർ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? E. സന്തോഷ് കുമാർ. 2025 67 സംസ്ഥാന കായികമേളയിലെ ജേതാക്കൾ തിരുവനന്തപുരം. 2025 തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KP സുധീര. 2025 ഫിഫ അണ്ടർ-20 പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാക്കൾ മൊറോക്കോ. ഇന്ത്യയുടെ 53 ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് MR രാഘവ വാര്യർ. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രൊഫസർ KP ശങ്കരൻ. 2025 33 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപ്പിള്ള. ഇന്ത്യയുടെ 53 ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൂര്യകാന്ത്. 2025 കേരള ജ്യോതി പുരസ്കാര ജേതാവ് MR രാഘവ വാര്യർ. 2025 ജ്ഞാനപ്പാന പുരസ്കാര ജേതാവ് പ്രൊഫസർ KP ശങ്കരൻ. 2025 33 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപ്പിള്ള. മിസ് യൂണിവേഴ്സ് 2025 ഫാത്തിമ ബോഷ്. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? ബോൾഗാട്ടി, കൊച്ചി. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് വേദി റിയാദ്, സൗദി അറേബ്യ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം. മിസ് യൂണിവേഴ്സ് 2025 ഫാത്തിമ ബോഷ്. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ച്? ബോൾഗാട്ടി, കൊച്ചി. 2027 നടക്കുന്ന പ്രഥമ ഒളിമ്പിക്സ് സ്പോർട്സ് ഗെയിംസ് വേദി റിയാദ്, സൗദി അറേബ്യ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഇരവികുളം. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടൻ. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? മറിയ കൊറീന മച്ചാഡു. 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസഡർ PR ശ്രീജേഷ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ജേതാക്കൾ വിയപുരം ചുണ്ടൻ. 2025 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? മറിയ കൊറീന മച്ചാഡോ. 2025 50ാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ആര്യഭട്ട. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ, പൂജപ്പുര. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ നിലവിലെ സ്ഥാനത്തേക്ക്, അതായത് പൂജപ്പുരയിലേക്ക് മാറ്റിയത് ഏത് വർഷമാണ്? 1886. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് നിലവിൽ വന്നത് എന്ന്? 2010. ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിൽ ഏതാണ്? തിരുവനന്തപുരം സെൻട്രൽ ജയിൽ, പൂജപ്പുര. തിരുവനന്തപുരം സെൻട്രൽ ജയിൽ നിലവിലെ സ്ഥാനത്തേക്ക് മാറ്റിയത് ഏത് വർഷമാണ്? 1886. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആക്ട് നിലവിൽ വന്നത് എന്ന്? 2010. ജയിൽ വകുപ്പിന്റെ തലവൻ ആരാണ്? ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജോലിക്ക് നിയോഗിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാര്? ജോയിന്റ് സൂപ്രണ്ട്. ജയിലിലെ പരാതി പരിഹാര കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? സൂപ്രണ്ട്. തടവുകാരെ കോടതിയിൽ ഹാജരാക്കാൻ ഉപയോഗിക്കുന്ന വാറന്റ് തിരികെ കോടതിയിലേക്ക് അയക്കേണ്ടത് എപ്പോൾ? തടവുകാരെ വിട്ടയച്ച് 24 മണിക്കൂറിനുള്ളിൽ. ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ജോലിക്ക് നിയോഗിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനാര്? ജോയിന്റ് സൂപ്രണ്ട്. ജയിലിലെ പരാതി പരിഹാര കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? സൂപ്രണ്ട്. തടവുകാരെ കോടതിയിൽ ഹാജരാക്കാൻ ഉപയോഗിക്കുന്ന വാറന്റ് തിരികെ കോടതിയിലേക്ക് അയക്കേണ്ടത് എപ്പോൾ?
തടവുകാരെ വിട്ടയച്ച് 24 മണിക്കൂറിനുള്ളിൽ. പ്രിസൺസ് ആക്ട് 2010 അനുസരിച്ച് അഡ്വൈസറി ബോർഡ് മെമ്പർ സെക്രട്ടറി ആരാണ്? ജയിൽ സൂപ്രണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2005 ഒക്ടോബർ 12. കുറ്റവാളികളുടെ മാനസികാവസ്ഥ പഠിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനം ഏതാണ്? സൈക്കോ അനലറ്റിക്കൽ തിയറി. ഒരു വ്യക്തി തൻ്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? അഡ്ജസ്റ്റ്മെന്റ്. പ്രിസൺസ് ആക്ട് 2010 അനുസരിച്ച് അഡ്വൈസറി ബോർഡ് മെമ്പർ സെക്രട്ടറി ആരാണ്? ജയിൽ സൂപ്രണ്ട്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2005 ഒക്ടോബർ 12. കുറ്റവാളികളുടെ മാനസികാവസ്ഥ പഠിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനം ഏതാണ്? സൈക്കോ അനലറ്റിക്കൽ തിയറി. ഒരു വ്യക്തി തൻ്റെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്ന പ്രക്രിയയെ എന്ത് വിളിക്കുന്നു? അഡ്ജസ്റ്റ്മെന്റ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ആര്? ഹൊവാർഡ് ഗാർട്ട്നർ. കേരളത്തിലെ ഏക വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം അട്ടക്കുളങ്ങര. തുറന്ന ജയിൽ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെ? നെട്ടുകാൽത്തേരി, തിരുവനന്തപുരം. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ജയിലുകൾ ഉൾപ്പെടുന്നത്? 7-ാം ഷെഡ്യൂൾ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഹൊവാർഡ് ഗാർട്ട്നർ. കേരളത്തിലെ ഏക വനിതാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം അട്ടക്കുളങ്ങര. തുറന്ന ജയിൽ കേരളത്തിൽ ആദ്യമായി സ്ഥാപിച്ചത് എവിടെ? നെട്ടുകാൽത്തേരി, തിരുവനന്തപുരം. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ജയിലുകൾ ഉൾപ്പെടുന്നത്? 7-ാം ഷെഡ്യൂൾ. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ജയിൽ ഏതാണ്? വിയ്യൂർ സെൻട്രൽ ജയിൽ. ജയിലിലെ തടവുകാർക്ക് നൽകാവുന്ന ശിക്ഷാ ഇളവ് സംബന്ധിച്ച ചട്ടങ്ങൾ ഏത് നിയമത്തിലാണ്? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് റൂൾസ് 2014. കേരളത്തിലെ ആദ്യത്തെ ഹൈടെക് ജയിൽ ഏതാണ്? വിയ്യൂർ സെൻട്രൽ ജയിൽ. ജയിലിലെ തടവുകാർക്ക് നൽകുന്ന ശിക്ഷാ ഇളവ് സംബന്ധിച്ച ചട്ടങ്ങൾ ഏത് നിയമത്തിലാണ്? കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് മാനേജ്മെന്റ് റൂൾസ് 2014. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സാധാരണ അപേക്ഷകളിൽ വിവരം നൽകേണ്ട സമയപരിധി എത്ര? 30 ദിവസം. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഫീസ് എത്ര? ഫീസ് ഇല്ല. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിവരമാണെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ നൽകണം? 48 മണിക്കൂർ. സാധാരണ അപേക്ഷകളിൽ വിവരം നൽകേണ്ട സമയപരിധി എത്ര? 30 ദിവസം. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകർക്ക് ഫീസ് എത്ര? ഫീസ് ഇല്ല. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. വിവരാവകാശ നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് ചില വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്? സെക്ഷൻ 8. വിവരാവകാശ നിയമം നിലവിൽ വന്നപ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരായിരുന്നു? പാലാട്ട് മോഹൻദാസ്. വൈകാരിക ബുദ്ധിയുടെ പിതാവ് ആര്? ഡാനിയൽ ഗോൾമാൻ. മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3ആയി തിരിച്ചത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. ബുദ്ധിശക്തി അളക്കുന്നതിനായി ആദ്യമായി IQ എന്ന ആശയം കൊണ്ടുവന്നത് ആര്? വില്യം സ്റ്റേൺ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ആര്? ഹൊവാർഡ് ഗാർട്ട്നർ. വൈകാരിക ബുദ്ധിയുടെ പിതാവ് ആര്? ഡാനിയൽ ഗോൾമാൻ. മനുഷ്യന്റെ വ്യക്തിത്വത്തെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്നിങ്ങനെ 3ആയി തിരിച്ചത് ആര്? സിഗ്മണ്ട് ഫ്രോയിഡ്. ബുദ്ധിശക്തി അളക്കുന്നതിനായി ആദ്യമായി IQ എന്ന ആശയം കൊണ്ടുവന്നത് ആര്? വില്യം സ്റ്റേൺ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ആവിഷ്കരിച്ചത് ആര്? ഹൊവാർഡ് ഗാർട്ട്നർ. ആധുനിക മനഃശാസ്ത്രത്തിലെ വ്യക്തിത്വ വികസനത്തിൻ്റെ 8 ഘട്ടങ്ങൾ അവതരിപ്പിച്ചത് ആര്?
എറിക് എറിക്സൺ. ഭാവിയിൽ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചുള്ള അനാവശ്യമായ ഉത്കണ്ഠയെ എന്ത് വിളിക്കുന്നു? ആങ്സൈറ്റി, ഉത്കണ്ഠ. മനഃശാസ്ത്രത്തിലെ ഉദ്ദീപന പ്രതികരണ സിദ്ധാന്തം SR തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എഡ്വേർഡ് തോണ്ടൈക്ക്. ആധുനിക മനഃശാസ്ത്രത്തിലെ വ്യക്തിത്വ വികസനത്തിന്റെ 8 ഘട്ടങ്ങൾ അവതരിപ്പിച്ചത് ആര്? എറിക് എറിക്സൺ. ഭാവിയിൽ വരാനിരിക്കുന്ന വിപത്തിനെക്കുറിച്ചുള്ള അനാവശ്യമായ ഉത്കണ്ഠയെ എന്ത് വിളിക്കുന്നു? ആങ്സൈറ്റി, ഉത്കണ്ഠ. മനഃശാസ്ത്രത്തിലെ ഉദ്ദീപന പ്രതികരണ സിദ്ധാന്തം SR തിയറി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എഡ്വേർഡ് തോണ്ടൈക്ക്. അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ. ഓപ്ഷൻ ബി ആണ് 1, 2, 3. ഭീകരവാദികൾ, അപകടകാരികളായ തടവുകാർ, തീവ്രവാദികൾ. കേരള പ്രിസൺ ആക്ട് 2010 പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും. തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുത്തുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് വെൽഫെയർ ഓഫീസർ. 2014 കേരള പ്രിസണുകളും സംശുദ്ധീകരണ സാന്മാർഗീകരണ സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗമല്ലാത്തത് ആരാണ്? ഓപ്ഷൻ ബി പോലീസ് DGP. ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ എന്ന് തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം മാത്രം ശരിയാണ്. തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായുള്ള തടവുകാർക്ക് കൂടുതലാണ്. അന്തേവാസികളായുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ 15 ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നതിന്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല? ഓപ്ഷൻ സി ആണ് 1 വർഷം. മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ 27 പ്രകാരം നിയോഗിക്കേണ്ടത്? ഓപ്ഷൻ ഡി ആണ് IG. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണ്? ഓപ്ഷൻ സി ആണ് നിയമമന്ത്രി. വിവരാവകാശ നിയമം 2005 പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിൽ മറുപടി നൽകണം? ഓപ്ഷൻ സി ആണ് 48 മണിക്കൂർ. വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദം ഉറപ്പുവരുത്തുന്നു? ഓപ്ഷൻ എ ആണ് 19. വിവരാവകാശ നിയമം 2005 പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ 250 വീതം ഓരോ ദിവസം പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാവുന്നു? ഓപ്ഷൻ സി ആണ് 25,000. വിവരാവകാശ നിയമം 2005 സെക്ഷൻ 8 പ്രകാരം ചുവടെ പറഞ്ഞിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് 1, 2, 3. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മണ്ട് ഫ്രോയിഡ് വ്യക്തിത്വത്തിന്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്താണ്? ഓപ്ഷൻ സി ആണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യകതയുടെ ശ്രേണി സിദ്ധാന്ത പ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ്? ഓപ്ഷൻ സി ആണ് ആത്മസാക്ഷാത്കാരം. ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തെരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി ആണ് 2, 3 മാത്രം ശരിയാണ്. പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം. ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ. ഹൊവാർഡ് ഗാർട്ട്നറിന്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവ്. ശിക്ഷാപ്രതികളുടെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്നതിനുള്ള ഉപദേശക സമിതിയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ് ജയിൽ വകുപ്പ് മേധാവി. 1993 മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ ആണ് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കാനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. താഴെ പറയുന്നതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? ഓപ്ഷൻ ബി ആണ് കേന്ദ്ര നിയമവകുപ്പ് മന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ സി ആണ് പ്രധാനമന്ത്രി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മുഖ്യ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ? ഓപ്ഷൻ എ ആണ് സെക്രട്ടറി ജനറൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ ബി ആണ് ദീപക് സന്ധു.
വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ദാരിദ്ര്യ രേഖയ്ക്ക് മുകളിലുള്ളവർ നൽകേണ്ട ഫീസ്. ഓപ്ഷൻ ഡി ആണ് ഇതൊന്നുമല്ല. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വിവരാവകാശ നിയമം. വിവരാവകാശ നിയമത്തിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആര്? ഓപ്ഷൻ സി ആണ് APJ അബ്ദുൽ കലാം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആര്? ഓപ്ഷൻ എ ആണ് രാഷ്ട്രപതി. മനോവിശ്ലേഷണ സിദ്ധാന്തം വിശദീകരിച്ചത് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഫ്രോയിഡ്. താഴെ പറയുന്നതിൽ ദൃശ്യ സ്ഥലകാലബുദ്ധി കൂടുതലായുള്ളത് ആർക്കാണ്? ഓപ്ഷൻ എ ആണ് ശില്പികൾ. ഭൂകമ്പം, മലിനീകരണം തുടങ്ങിയവ ഏത് സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ സി ആണ് പാരിസ്ഥിതികം. ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഡാഷ് ഉണ്ടാവുന്നു. ഓപ്ഷൻ ഡി ആണ് ഇച്ഛാഭംഗം. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി ആണ് ആന്തരിക അഭിപ്രേരണ. ജീവപര്യന്തം തടവുകാരെ പാർപ്പിക്കുന്ന ജയിൽ. ഓപ്ഷൻ ഡി ആണ് സെൻട്രൽ ജയിൽ. കേരള സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ. ഓപ്ഷൻ സി ആണ് തവനൂർ. സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ടിന് സമാനമായ തസ്തിക. ഓപ്ഷൻ ബി ആണ് വനിതാ ജയിൽ സൂപ്രണ്ട്. നെട്ടുകാൽ തേരി തുറന്ന ജയിൽ രൂപീകരിച്ച വർഷം. ഓപ്ഷൻ ബി ആണ് 1962. കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ഡി ആണ് തിരുവനന്തപുരം. കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 2005 വിവരാവകാശ നിയമത്തിന്റെ 2ാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് വിജിലൻസ്. വിവരാവകാശ നിയമപ്രകാരം സാധാരണയായുള്ള വിവരാവകാശ അപേക്ഷയ്ക്കുമേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം. ഓപ്ഷൻ സി ആണ് 30 ദിവസം. വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. ഓപ്ഷൻ എ ആണ് വിവരം പരസ്യപ്പെടുത്തേണ്ടെന്ന കോടതി വിധി ഉള്ളവ. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ എ ആണ് വൈസ് പ്രസിഡന്റ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആര്? ഓപ്ഷൻ എ ആണ് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ബി ആണ് വകുപ്പ് 2(1)(c). ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? ഓപ്ഷൻ സി ആണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏത്? ഓപ്ഷൻ ബി ആണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. ഓപ്ഷൻ എ ആണ് 3 വർഷ കാലയളവ്. പുനർനിയമന യോഗ്യതയുണ്ട്. മനോവിശ്ലേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആര്? ഓപ്ഷൻ ബി ആണ് 1 സിഗ്മണ്ട് ഫ്രോയിഡ്. താഴെ പറയുന്നവയിൽ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏത്? ഓപ്ഷൻ ഡി ആണ് 2 ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട്. താഴെ പറയുന്നവയിൽ ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം ഏത്? ഓപ്ഷൻ എ ആണ് 4 വർദ്ധിച്ച ഹൃദയമിടിപ്പ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര്? ഓപ്ഷൻ സി ആണ് 3 ഹൊവാർഡ് ഗാർഡ്നർ. മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം. ഓപ്ഷൻ ഡി ആണ് 3 ആത്മസാക്ഷാത്കാര ആവശ്യം. കേരളം രൂപീകൃതമായ ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏത്? ഓപ്ഷൻ ബി ആണ് തവനൂർ സെൻട്രൽ ജയിൽ. 2017 കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് അലക്സാണ്ടർ ജേക്കബ്. ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരെയാണ്? ഓപ്ഷൻ ഡി ആണ് 18 മുതൽ 21. തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 1, 2, 4. സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ്. ജില്ലാ കലക്ടർ ഈ സമിതിയിൽ അംഗമാണ്. അനൌദ്യോഗിക അംഗങ്ങളുടെ എണ്ണം 3 ആയിരിക്കും. കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ് 2ഉം 3ഉം മാത്രം. ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ്. 3 തുറന്ന ജയിലുകളാണ് ഉള്ളത്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാവുന്നവർ ആരൊക്കെയാണ്? ഓപ്ഷൻ എ ആണ് 1, 2, 4. പ്രധാനമന്ത്രി, രാഷ്ട്രപതി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ് 3 മാത്രം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ ഡി ആണ് 11 ഡിസംബർ 1998. നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഈ എക്സാം നടക്കുമ്പോൾ ഓപ്ഷൻ ബി ആയിരുന്നു ആൻസർ. നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? പ്രസ്താവനകൾ വായിച്ചു നോക്കണം. ഓപ്ഷൻ ബി ആണ് 1 മാത്രം. വിവരാവകാശ നിയമം 2005 നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏത്? ഓപ്ഷൻ ബി ആണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി ആണ് 1, 3, 4. അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ്. 2019 ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണ്? ഓപ്ഷൻ ഡി ആണ് ഇവയൊന്നുമല്ല. കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? എക്സാം നടക്കുമ്പോൾ ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. നിലവിൽ കേരള സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരി നായർ. ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്തപ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏതുതരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശാരീരിക ചലനപര ബുദ്ധി. മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര്? ഓപ്ഷൻ എ ആണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാവുന്ന സംഘർഷം ഏതുതരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി ആണ് സാമൂഹികം. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് ഉത്കണ്ഠ. താഴെ പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ സി ആണ് നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിക്കുന്നു. വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയ വിവരങ്ങളുടെ വിഭാഗങ്ങളെ വിവരാവകാശ നിയമത്തിലെ ഏതു വകുപ്പാണ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 8. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 9 പ്രകാരം ഒരു വിവര അപേക്ഷ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു. ഓപ്ഷൻ സി ആണ് ഇത് പകർപ്പവകാശത്തെ ലംഘിക്കുന്നു. 2005 വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 11 പ്രധാന ഫോക്കസ് എന്തായിരുന്നു? ഓപ്ഷൻ സി ആണ് 3ാം കക്ഷി വിവരങ്ങൾ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞർ പൈ പ്രതിഭാസത്തെ പഠിച്ചുകൊണ്ട് ഇത് വിശദീകരിക്കുന്നു. ഓപ്ഷൻ സി ആണ് ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു. പ്രകടനം കുറയുമ്പോൾ ടാസ്ക് സ്വിച്ചിങ് ചെലവുകൾ സംഭവിക്കുന്നു. കാരണം? ഓപ്ഷൻ ബി ആണ് ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ. പ്രോസസ്സിംഗ് സിദ്ധാന്തത്തിന്റെ തലങ്ങൾ വാദിക്കുന്നത് മെമ്മറി നിലനിർത്തൽ ഇവയെ ആശ്രയിച്ചിരിക്കുന്നു. ഓപ്ഷൻ ബി ആണ് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിന്റെ ആഴം. ഫ്ലിൻ പ്രഭാവം എന്താണ്? ഓപ്ഷൻ എ ആണ് കാലക്രമേണ ശരാശരി IQ സ്കോറുകളിൽ കാണപ്പെടുന്ന വർധനവ്. ഒരു സാമൂഹിക പരിപാടിയിൽ ഒരു വ്യക്തി അറിയാതെ തന്നെ മറ്റുള്ളവരുടെ പുഞ്ചിരിയും ചിരിയും പ്രതിഫലിപ്പിക്കുന്നു. ഇത് പങ്കിട്ട പോസിറ്റീവ് വികാരങ്ങളിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണമാണ്? ഓപ്ഷൻ എ ആണ് വൈകാരിക പകർച്ചവ്യാധി. ഒരു വ്യക്തിക്ക് തീവ്രമായ ഭയവും പറക്കൽ ഒഴിവാക്കലും അനുഭവപ്പെടുന്നു. ഇത് അവരുടെ യാത്ര ആവശ്യമായ ജോലിയെ തടസ്സപ്പെടുത്തുന്നു. അവരുടെ തെറാപ്പിസ്റ്റ് അവരെ സഹായിക്കാൻ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഉപയോഗിക്കുന്നു. ഈ ചികിത്സ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് വിശ്രമ വിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജകങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെ. ഒരു പ്രത്യേക പശ്ചാത്തലത്തിലുള്ള വിദ്യാർത്ഥികൾ മോശം പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഒരു അധ്യാപകൻ അനുമാനിക്കുകയും തൽഫലമായി അവർക്ക് കുറഞ്ഞ ശ്രദ്ധ നൽകുകയും ചെയ്യുന്നു. ഇത് മോശം പ്രകടനത്തിലേക്ക് നയിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണം? ഓപ്ഷൻ എ ആണ് സ്വയം നിറവേറ്റുന്ന പ്രവചനം. മധ്യവയസ്സിൽ മറ്റുള്ളവർക്ക് സംഭാവന നൽകാതെ വ്യക്തിപരമായ വിജയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇവ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഓപ്ഷൻ എ ആണ് സ്തംഭനാവസ്ഥ. പാരമ്പര്യാനന്തര തലത്തിൽ ധാർമ്മിക ന്യായവാദം പ്രചോദിപ്പിക്കുന്നത് ഇവയാണ്. ഓപ്ഷൻ ഡി ആണ് അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും.